വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്. ആത്മഹത്യ 3 അനുബന്ധ കേസുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, പോലീസ് നേരത്തെ ആത്മഹത്യാ പ്രേരണാ കുറ്റമടക്കം ചുമത്തി കേസ് അന്വേഷണം നടത്തുന്നതിനിടെ ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മാറിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം? സുഹൈൽ, വയനാട് DCC ട്രഷറർ NM സുഹൈൽ വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യാ കേസിൽ ഇപ്പോൾ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നു. നേരത്തെ പോലീസ് ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. പിന്നീട് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തതിന് പിന്നാലെ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് DC പ്രസിഡന്റ് ND അപ്പച്ചനും IC ബാലകൃഷ്ണൻ MLA മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം തേടി കോടതിയിൽ പോയതാണ്. ഇപ്പോൾ ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മാറുന്നു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ഈ ക്രൈംബ്രാഞ്ചിന് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? കേസ് സുഹൈൽ, NM വിജയന്റെയും മകൻ ജിജേഷിന്റെയും മരണവുമായി ബന്ധപ്പെട്ട് ലോക്കൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തത്. ഇപ്പോൾ പ്രതികളായിട്ടുള്ള 3 പേരും ഒളിവിൽ കഴിയുകയുമാണ്. ഇവരുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. ഈ വേളയിൽ തന്നെയാണ് പോലീസും അതുപോലെ തന്നെ വിജയന്റെ കുടുംബവും ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം മുന്നോട്ട് വെച്ചിരുന്നു. കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ആവശ്യം ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു. അതിന്റെ നടപടി ആയിരിക്കുകയാണ്. സർക്കാർ അത്തരത്തിലുള്ള ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആയിരിക്കും ഈ അന്വേഷണവുമായിട്ട് ഇനി മുന്നോട്ട് പോകുക. ഇന്ന് ഇതിന്റെ നടപടിയുമായിട്ട് ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ആ വേളയിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് IC ബാലകൃഷ്ണൻ MLA, അതുപോലെ തന്നെ വയനാട് DCC പ്രസിഡന്റായിട്ടുള്ള ND അപ്പച്ചൻ, അതുപോലെ തന്നെ മുൻ ട്രഷറർ ആയിട്ടുള്ള ഗോപിനാഥൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർത്തുന്നത്, ഈ കുടുംബം ഉയർത്തുന്നത് വലിയ രീതിയിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കി. ഒപ്പം തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഈ കുടുംബത്തെ എത്തിച്ചത് ഈ 3 പേരാണ് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുകയും അതിന് പിറകെ തന്നെ ആത്മഹത്യാക്കുറിപ്പ് ഉൾപ്പെടെ പുറത്തു വയ്ക്കുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് കുടുംബം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സർക്കാരിനെ സമീപിച്ചത്. അതിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. സുഹൈൽ, ശരി, നിയമനക്കോഴയും ഒപ്പം സാമ്പത്തിക ഇടപാടും അടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് പരിധിയിൽ വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.